ലൈവിൽ നമ്മുടെ നൂറയും ആദിലയും അനുമോളും ഇപ്പോഴും അനീഷേൻ്റെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, നീ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, നീ എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റിയോടെ പറഞ്ഞില്ല, അത് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തേനെ. ഇനിയിപ്പോൾ ആ ടോപ്പിക്ക് വിടും, നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് നിർത്തേണ്ടടുത്ത് നിർത്തണമായിരുന്നു, അത് നീ ചെയ്തില്ലല്ലോ, ഒരു ക്ലാരിറ്റിയും കൊടുത്തില്ല, അവിടെയും ഇവിടെയും തൊടാതെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു, അപ്പോൾ അത് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് നീയാണ് വലുത്, നിൻ്റെ കാര്യമാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കുന്നത് നിർത്താനു എന്നൊക്കെ നമ്മുടെ ആദിലയും നൂറയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് പറയാണ്, ഒബ്വിയസ്ലി ഈ ഷാനവാസിക്ക അവിടെ നിന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ടാവും, എന്നെക്കുറിച്ച് എന്തായാലും മോശമായിട്ട് പറയും. അത് ഓൾറെഡി ഷാനവാസിക്ക പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഷാനവാസിക്ക നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ അനുമോള് ഈ നാടകമൊക്കെ കളിച്ചത് നമ്മുടെ അത് അനീഷേട്ടനെ വെച്ച് നാടകം കളിച്ചതാണെന്നും അനുമോളെക്കുറിച്ചുള്ള ടോപ്പിക്ക്, അനീഷേട്ടനെയും അനുമോളെക്കുറിച്ചുള്ള ടോപ്പിക്ക് ലാലേട്ടൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ ഈ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നെന്നൊക്കെ ഷാനവാസിക്ക ഓൾറെഡി അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഷാനവാസിക്ക് എന്തായാലും അത് ചെയ്യും, കാരണം പുള്ളി കറക്റ്റ് അമ്മായിയുടെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട്. ഷാനവാസിക്ക് ശരിക്കും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കും, എന്നിട്ട് ആ ഷാനവാസിക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഷാനവാസിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ പറയും. അപ്പോൾ നമ്മുടെ അനീഷേട്ടനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഷാനവാസിക്ക് പുറത്ത് കിടപ്പുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താനാണ് ആദില നൂറയും കൂടെ വിചാരിച്ചിപ്പോൾ അവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇത് വീണ്ടും എടുത്തിടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം.